പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT ചോദ്യമുനയിൽ UDF കൺവീനറും കോൺഗ്രസ് നേതാവും ആറ്റിങ്ങൽ MPയുമായ അടൂർ പ്രകാശ്. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടും. അടൂർ പ്രകാശിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരേ സമയം തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്നും ഷഫീദ് റാവുത്തറും ജിബിൻ ജബിയും ചേരുകയാണ്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ചോദ്യം ചെയ്യൽ തുടരുകയാണല്ലോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഏതാണ്ട് 1.5 മണിക്കൂറിലധികം സമയം കഴിഞ്ഞിരിക്കുന്നു ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്. നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ ഇതുവരെ അടൂർ പ്രകാശ് ഇതുവരെ മാധ്യമങ്ങളോടക്കം പറഞ്ഞത് സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി 2 വട്ടമാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഒരു തവണ അദ്ദേഹമാണ് പോയത്, മറ്റൊരിക്കൽ ആന്റണിയും. സോണിയാഗാന്ധിയും ഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നും ഒപ്പം വരണമെന്നും പോറ്റി തന്നോട് അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോയതെന്നും അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, അത് മാത്രമല്ല, സോണിയാഗാന്ധിയോടൊപ്പമുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ ആ ചിത്രം മാത്രമല്ല ഇപ്പോൾ SITയുടെ മുൻപിലുള്ളത്. അതായത് സംസ്ഥാനത്തിന് പുറത്ത് ബാംഗ്ലൂർ വെച്ചുള്ള ഒരു ചിത്രം, രണ്ടാമത്തേത് ഈ പുളിമാത്തെ വീട്ടിൽ വെച്ചുള്ള ചിത്രം, അതേപോലെ തന്നെ മറ്റൊരു പരിപാടിക്ക് ക്ഷണിക്കാനായി വീട്ടിലേക്ക് പോയ ചിത്രം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലെത്തിയ ചിത്രം, ഇങ്ങനെ 5 ചിത്രങ്ങൾ, 5 സന്ദർഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന്റെ മുൻപിൽ ചോദ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDRൽ ഫോൺ വിവരങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ നിരന്തരം അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് SIT പരിശോധിക്കുന്നു എന്നുള്ളതാണ് അവസാനമായി നമ്മൾ SIT ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം. മാത്രമല്ല, അത് ചോദ്യം ചെയ്യണം, അക്കാര്യത്തിൽ വ്യക്തത വരുത്തണം. മാത്രമല്ല, നമുക്കറിയാം ഇതുവരെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ആരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ ഇടപാടുകൾ സംബന്ധിച്ച്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കുറിച്ചടക്കം വിവരങ്ങൾ SIT തേടിയിട്ടുണ്ട്. സമാനമായ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ മാത്രം നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകും. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ നടക്കുന്ന ചോദ്യം ചെയ്യൽ അടൂർ പ്രകാശിൽ മാത്രം ഒതുങ്ങില്ല. SITയുടെ പക്കൽ ഒരു VIP പട്ടികയുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട്, അടുപ്പമുണ്ട് എന്ന സൂചനയുള്ള ചിലരുടെ പട്ടികയുണ്ട്. ആ പട്ടികയിൽപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് SIT ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ഏതായാലും ആ അന്വേഷണം അങ്ങനെ നടക്കട്ടെ. SITയുടെ അന്വേഷണം ഏതാണ്ട് വഴിമുട്ടിയ സാഹചര്യത്തിലാണ് എന്നൊക്കെയുള്ളതായിരുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങൾ. പക്ഷേ അങ്ങനെയല്ല, SIT അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ ഹൈക്കോടതി ചില നിരീക്ഷണം നടത്തിയതാണ്. അതായത് ഈ കേസിന്റെ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കില്ല. മാത്രവുമല്ല, SIT ഇതുവരെ കൊടുത്തിട്ടുള്ള ഇടക്കാല റിപ്പോർട്ടുകളുടെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം SITക്കും അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കോടതിക്കും മാത്രം അറിയുന്ന ഒരു സീക്രട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരം തേടും. 9-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലിലെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ SIT ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ അറിയിക്കും. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ SIT നടത്തുന്നതും. ദിലീപ് കുമാർ. തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തറാണ്. ഇപ്പോൾ ജിബിൻ ജബി കൂടി ചേരുകയാണ്. ജിബിൻ ജബി, ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 1.5 മണിക്കൂറിലധികമായി ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. രണ്ടുപേരെയും, അടൂർ പ്രകാശിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ തേടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഷഫീദ് റാവുത്തറിൻ്റെ റിപ്പോർട്ടിൽ നിന്നും ആ നിലയിൽ തന്നെയാണ് പ്രേക്ഷകർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുള്ളത്. ഇതിൽ ഇപ്പോഴും പൂരിപ്പിക്കാത്ത ചില സംശയങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ബാക്കി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.